Hi students, I am Prashant B. Chandran, Assistant Professor, Automobile Engineering Department, SN80 Adur. Welcome to my new video. In this video, let us have a revision on NTU method, that is a portion from our module 4. In this session, we are discussing an university question. Okay. That is one of the university questions from this topic, that is NTU method. This is a question. It is hot exhaust gases which enters a finned tube cross flow heat exchanger at 300 degrees centigrade and leaves at 100 degrees centigrade are used to heat pressurized water at a flow rate of 1 kilogram per second from 35 to 125 degrees centigrade. Okay. The exhaust gas specific heat is approximately 1000 joule per kilogram Kelvin and the overall heat transfer coefficient based on the gas side surface area is UH is equal to 100 watt per meter square Kelvin. Determine the gas side surface area AH using the NTU method. Take CPC at TC is equal to 80 degree centigrade is 4197 joule per kilogram Kelvin and CPH is equal to 1000 joule per kilogram Kelvin. Okay, this is the question, and here it is given that hot exhaust gases which enters a finned tube cross flow heat exchanger and the inlet temperature 300 degree and it leaves at 100 degrees. That is, its temperature is decreasing. Therefore, hot exhaust gas is the hot fluid. This is the hot fluid. ഇതാണ് ഇവിടുത്തെ hot fluid. Are used to heat pressurized water at a flow rate. അതായത് ഇത് ഉപയോഗിക്കുന്നത് എന്തിനെന്ന് പറഞ്ഞാൽ പ്രഷറൈസ്ഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യാനാണ്. അപ്പോൾ വാട്ടറാണ് ഇവിടുത്തെ കോൾഡ് ഫ്ലൂയിഡ്. ഇതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് 1 കിലോഗ്രാം പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇതിനെ 35 ഡിഗ്രിയിൽ നിന്ന് 125 ഡിഗ്രി ഹീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉപയോഗിക്കുന്നത്. എക്സോസ്റ്റ് ഗ്യാസ് സ്പെസിഫിക് ഹീറ്റ് ഈസ് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് 1000 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ തന്നിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ബേസ്ഡ് ഓൺ ദ ഗ്യാസ് സൈഡ് സർഫസ് ഏരിയ. ഗ്യാസ് സൈഡ് സർഫസ് ഏരിയ ബേസ് ചെയ്തുള്ള ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞാൽ UH ആണ്. അതായത് UH സ്റ്റാൻഡ്സ് ഫോർ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ ഫോർ ഹോട്ട് സൈഡ്. അതാണ് 1000 വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ എന്ന് തന്നിരിക്കുന്നത്. ഡിറ്റർമിൻ ദി ഗ്യാസ് സൈഡ് സർഫസ് ഏരിയ. ഇപ്പോൾ ഗ്യാസ് സൈഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്യാസ് പോകുന്ന സൈഡിലുള്ള സർഫസ് ഏരിയ, അതായത് ഹോട്ട് ഫ്ലൂയിഡിൻ്റെ സർഫസ് ഏരിയ AH കണ്ടുപിടിക്കണം. ഇവിടെ തന്നിട്ടുണ്ട് CPC അറ്റ് TCC 80 ഡിഗ്രി 4.4197 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി 4.18 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് പറയാം. അതിനങ്ങനെ CPH ഇത്രയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നിട്ടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ഓഫ്, അതായത് M.H മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് തന്നിട്ടില്ല. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് തന്നിട്ടില്ല. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തോളണം. അത് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്യാപിറ്റൽ C കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ആസ് യൂഷ്വൽ നമുക്ക് ഗിവൺ ഡേറ്റ എഴുതാം. ഇവിടെ ഹോട്ട് ഫ്ലൂയിഡ് എന്താണ്, കോൾഡ് ഫ്ലൂയിഡ് എന്താണ്, പിന്നെ തന്നിരിക്കുന്ന ഡേറ്റാസ് ഇവിടെ എഴുതുകയാണ്. ഇവിടുത്തെ ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഹോട്ട് എക്സോസ്റ്റ് ഗ്യാസാണ്. കോൾഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഹോട്ട് ഫ്ലൂയിഡ് എൻ്റർ ആവുന്ന ടെമ്പറേച്ചർ ക്യാപിറ്റൽ T1 ഈസ് ഈക്വൽ ടു 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നിട്ടുണ്ട്. ഇനി ഹോട്ട് ഫ്ലൂയിഡ് ലീവ് ആവുന്ന ടെമ്പറേച്ചർ ക്യാപിറ്റൽ T2 ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്നത് കോൾഡ് ഫ്ലൂയിഡിൻ്റെ കേസിൽ തന്നിരിക്കുന്നത് കോൾഡ് ഫ്ലൂയിഡ് എൻ്റർ ആവുന്ന ടെമ്പറേച്ചർ സ്മാൾ T1 35 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നിട്ടുണ്ട്. കോൾഡ് ഫ്ലൂയിഡ് ലീവ് ആവുന്ന ടെമ്പറേച്ചർ സ്മാൾ T2 ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി സെൻറ്റിഗ്രേഡ് തന്നിട്ടുണ്ട്. ഇനി മാസ് ഫ്ലോ റേറ്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് തന്നിട്ടുണ്ട് 1 കിലോഗ്രാം പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ, അത് അതിൻ്റെ CPC എന്ന് പറയുന്നത് 4197 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അത് നമുക്ക് 4.18 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് 1000 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ തന്നിട്ടുണ്ട്. അതിന് നമുക്ക് 1 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് എഴുതാം. ഈ ഡേറ്റ നമുക്ക് മാക്സിമം ആവശ്യമില്ല.
കാര്യം ഇത് രണ്ടും ഉണ്ട്, ഈ ടെമ്പറേച്ചേഴ്സും ഉണ്ടെങ്കിൽ നമുക്കിതിന് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ സി കണ്ടുപിടിക്കാൻ പറ്റും. ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കും. ഇപ്പോൾ ഇങ്ങനെയും നമ്മൾ പിന്നെ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് ബേസ്ഡ് ഓൺ ഹോട്ട് ഫ്ലൂയിഡ്. ഗ്യാസ് സൈഡിൽ ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻറ്റ് 100 Watt/m²K തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത് ടു ഫൈൻഡ് ഏരിയ, ഗ്യാസ് സൈഡ് സർഫസ് ഏരിയ AH, അതായത് ഗ്യാസ് സൈഡ്, ദാറ്റ് ഈസ് ഹോട്ട് ഫ്ലൂയിഡ് സൈഡ് സർഫസ് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് NTU മെത്തേഡിൽ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് സി മിനിമം ആണ്. അപ്പോൾ ഇവിടെ ഹോട്ട് ഫ്ലൂയിഡിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് തന്നിട്ടില്ല, പക്ഷേ കോൾഡ് ഫ്ലൂയിഡിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാസും സ്പെസിഫിക് ഹീറ്റും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൾഡ് ഫ്ലൂയിഡ് കണ്ടുപിടിക്കാം. എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്യാപിറ്റൽ CC എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട് 1 kg/s ഇൻറ്റു മറ്റേ വാല്യൂ 4.2. അപ്പോൾ CC നമുക്ക് കിട്ടും 4.2 kW/Kelvin. ഓക്കെ, എന്നിട്ട് നമ്മൾക്ക് പിന്നെ കണ്ടുപിടിക്കാൻ ഡയറക്റ്റായിട്ട് നമുക്ക് CH കണ്ടുപിടിക്കാം. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ഈക്വൽ ആണെന്നുള്ള ഒരു ബേസിക് ഐഡിയ നമ്മൾ എടുക്കണം. അതായത് QH ഈസ് ഈക്വൽ ടു QC. അപ്പോൾ QH എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് ഹോട്ട് ഫ്ലൂയിഡ് T1 - T2 ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോൾഡ് ഫ്ലൂയിഡ് ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് ഓഫ് കോൾഡ് ഫ്ലൂയിഡ് T2 - T1. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്തെഴുതാം, ഇത്രയും ഡേറ്റയ്ക്ക് പകരം നമുക്ക് CH എന്ന് എഴുതാം ഇൻറ്റു T1 - T2, അതായത് 300 - 100. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഈ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 4.2 എന്ന് ഇൻറ്റു 125 - 125 സ്മാൾ T1 35. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ CH ഈസ് ഈക്വൽ ടു നമുക്ക് 1.89 kW/Kelvin എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോൾ CCയും CHും എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് C മിനിമം? ചെറിയ വാല്യൂ എന്ന് പറയുന്നത് CH ആണ് നമ്മളെ ചെറിയ വാല്യൂ. ഓക്കെ, അപ്പം ഹിയർ CH ഈസ് ഈക്വൽ ടു C മിനിമം. ഈ രണ്ട് വാല്യൂവും കൺസിഡർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് 4.2ഉം ഇത് 1.89. അപ്പം ഇതിൽ ചെറിയ വാല്യൂ എന്ന് പറയുന്നത് CH തന്നെയാണ്. അപ്പോൾ CH ആണ് ഇവിടെ C മിനിമം. അപ്പോൾ C മിനിമം നമുക്ക് കണ്ടുപിടിച്ചു ഫ്രം HMD ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 152. പേജ് നമ്പർ 152 ഫോർ CH is equal to C minimum. CH C minimum ആണെങ്കിൽ അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ്നെസ് അബ്സല്യൂട്ട് ഈസ് ഈക്വൽ ടു T1 - T2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ T1 - T2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ T1 - സ്മാൾ T1. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ T1 300 - സ്മാൾ T1 100, ക്യാപിറ്റൽ T1 100 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ T1 300 - സ്മാൾ T1 എന്ന് പറയുന്നത് 35. അത് ചെയ്യുമ്പോൾ നമുക്ക് അബ്സല്യൂട്ടിൻ്റെ വാല്യൂ 0.755 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടി C മിനിമമിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? C minimum is equal to CH, അതായത് 1.89. ഇനി ഇത് കണ്ടുപിടിക്കണം. ഇനി നമ്മൾ C minimum by C max റേഷ്യോ ആണ് കണ്ടുപിടിച്ചത്. C minimum by C max റേഷ്യോ എന്ന് പറയുന്നത് is equal to C minimum വാല്യൂ 1.89 ആണ്, C max എന്ന് പറയുന്നത് 4.2. അത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 0.45 എന്ന് വരും. അതായത്
സി മിനിമം ബൈ സി മാക്സിൻ്റെ വാല്യൂ 0.45. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഈ അബ്സല്യൂട്ടിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമ്മൾ HMD ഡേറ്റ ബുക്ക് പേജ് നമ്പർ 174 ഒരു ഗ്രാഫുണ്ട്. അതിനകത്ത് നോക്കി നമുക്ക് NTUവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ക്രോസ് ഫ്ലോ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഇത് അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് HMD ഡേറ്റ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബോത്ത് ഫ്ലൂയിഡ്സ് അൺമിക്സ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതങ്ങനെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ക്രോസ് ഫ്ലോ ബോത്ത് ഫ്ലൂയിഡ്സ് മിക്സ്ഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ ഒരു 2 ഫ്ലൂയിഡ് മിക്സ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല, മിക്സ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ എങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞാൽ ബോത്ത് ഫ്ലൂയിഡ്സ് അൺമിക്സ്ഡ് എന്ന് പറയുന്ന കണ്ടീഷൻ എടുക്കണം. അപ്പോൾ ആ ഗ്രാഫ് നോക്കുക. ഇതാണ് ആ ഗ്രാഫ്. ഇതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ട് ക്രോസ് ഫ്ലോ ബോത്ത് ഫ്ലൂയിഡ്സ് അൺമിക്സ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ y ആക്സിസിലുള്ളത് എഫക്റ്റീവ്നെസ് അബ്സല്യൂട്ടും ഇതിൻ്റെ ഈ കർവ് എന്ന് പറയുന്നത് സി മിനിമം ബൈ സി മാക്സും ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ x ആക്സിസിലുള്ള NTU നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അബ്സല്യൂട്ട് 0.75, അതായത് 75% എന്ന് പറയുന്നതാണ് 0.75. അപ്പോൾ ഇതാ ഇവിടെ ഏകദേശം ഇങ്ങനെ ആയിട്ട് വരും ആ ലൈൻ. ഇനി സി മിനിമം ബൈ സി മാക്സ് നമുക്കറിയാം 0.45 ഇല്ല 0.5 ആണുള്ളത്. അപ്പം അത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റിനെ ഇങ്ങോട്ട് പ്ലോട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 2.1 എന്ന് വരും NTU. നമുക്ക് കിട്ടും we get NTU is equal to 2.1 എന്ന് വരും. ഇനി ഫ്രം HMD ഡേറ്റ ബുക്ക് പേജ് 153 ഇത് പേജ് നമ്പർ 153 എന്ന് പറയുന്നത് പഴയ ബുക്കും പുതിയ ബുക്കും ആയിട്ട് ചെറിയ വേരിയേഷൻസ് ഉണ്ട്, അത് നോക്കുക. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. NTU ഈസ് ഈക്വൽ ടു UH ഡിവൈഡഡ് ബൈ സി മിനിമം. നമുക്ക് AH ആണ് കണ്ടുപിടിക്കുന്നത്. therefore AH ഈസ് ഈക്വൽ ടു AH എന്ന് പറയുന്നത് NTU ഇൻറ്റു സി മിനിമം ഡിവൈഡഡ് ബൈ UH ആണ്. അപ്പോൾ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് NTU 2.1 കിട്ടി. ഇൻറ്റു സി മിനിമം നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് 1.89 ഇൻറ്റു 10⁻³ ഇടുന്ന് പറഞ്ഞാൽ 1.89 എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് അത് കിലോ വാട്ട്, അതിനെ വാട്ടാക്കി വേണം ഇടാനായിട്ട്. ഡിവൈഡഡ് ബൈ UHൻ്റെ വാല്യൂ ഇവർ തന്നിട്ടുണ്ട് 100 എന്ന്. അങ്ങനെ കാര്യം ഈ 100 എന്ന് പറയുന്നത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ തന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കിലോ വാട്ട് പെർ കെൽവിൻ എന്നുള്ളത് 10⁻³ മൾട്ടിപ്ലൈ ചെയ്ത് വാട്ട് പെർ കെൽവിനാക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് AH ഈസ് ഈക്വൽ ടു 39.69 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് പ്രോബ്ലം ആണ്. ഇത് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. സോ ഈ പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.